ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ ലിജീസ് ഡിസൈൻസ്. ഇതൊരു ബ്ലൗസിൻ്റെ ബാക്ക് നെക്ക് ഡിസൈനാണ്. ഇതൊരു ലോട്ടസ് ഡിസൈനാണ്. ഇപ്പോൾ ട്രെൻഡിങ്ങിലുള്ള ഒരു ഡിസൈനാണിത്. ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാവേ. അതിന് വേണ്ടിയിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബ്ലൗസിൻ്റെ ബാക്കിലെ ലൈനിങ് ക്ലോത്ത് എടുക്കുക. ലൈനിങ് ക്ലോത്തിൽ ഇതേപോലെ ലോട്ടസിൻ്റെ ഡിസൈൻ ഒന്ന് റഫായിട്ട് വരച്ചെടുക്കുക. വരച്ചെടുത്തതിന് ശേഷം ക്യാൻവാസ് എടുത്തിട്ട് ആ ഡിസൈൻ ഇതേപോലെ ഒന്ന് ട്രേസ് ചെയ്തെടുത്തിട്ട് ഇത് കട്ട് ചെയ്യുക. കറക്റ്റായിട്ട് ആ ഷേപ്പിൽ കട്ട് ചെയ്യുക. കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതേപോലെ ലൈനിങ്ങിൻ്റെ ക്ലോത്ത് നമുക്ക് അയൺ ചെയ്തെടുക്കാനുള്ള ലൈനിങ്ങിൻ്റെ ക്ലോത്ത് ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക. പിന്നെ അതിൻ്റെ ഡിസൈൻ പുറത്ത് വരുന്ന പോലത്തെ നല്ല ക്ലോത്തും കൂടി ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക. അത് ബ്ലൗസിൻ്റെ ബോർഡറാണ് ഞാൻ കട്ട് ചെയ്തെടുത്തേക്കുന്നത്. അതുപോലെ എടുത്തതിന് ശേഷം കണ്ടോ, അത് രണ്ടും ഒരുമിച്ച് വെച്ചിട്ട് ഇതേപോലെ ആ ലോട്ടസിൻ്റെ ഡിസൈൻ കറക്റ്റായിട്ട് ആ കോർണറൊക്കെ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. സൈഡിൽ കൂടെ ക്യാൻവാസിൻ്റെ സൈഡിൽ കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം ഇതേപോലെ ആ എക്സ്ട്രാ ക്ലോത്ത് കട്ട് ചെയ്ത് കളയുക. കണ്ടോ, എന്നിട്ട് കട്ട് മാർക്കൊക്കെ കറക്റ്റായിട്ട് ഇട്ട് കൊടുത്തിട്ട് കണ്ടോ അതിനെ മറിച്ചിടുക. കണ്ടോ, ഇതുപോലെ നല്ല വശം പുറത്ത് വരുന്ന പോലെ കണ്ടോ ഇതേപോലെ മറിച്ചിടുക. മറിച്ചിട്ട് കഴിഞ്ഞതിന് ശേഷം ആ കറക്റ്റ് ആ ട്രയാങ്കിൾ പോലത്തെ ആ ഭാഗം പോയിൻ്റായിട്ട് കിട്ടാനായിട്ട് എന്തെങ്കിലും സ്ക്രൂ ഡ്രൈവറോ അല്ലെ സിസറിൻ്റെ എൻഡോ വെച്ചിട്ട് അത് ഓപ്പൺ ആകാതെ കൊണ്ട് പതുക്കെ ഇതേപോലെ കുത്തി കൊടുത്തിട്ട് അത് സ്ട്രെയിറ്റ് ആക്കി ഫിനിഷ് ചെയ്ത് മാറ്റി വെക്കുക. അതിന് ശേഷം ലൈനിങ്ങിൻ്റെ ക്ലോത്ത് എടുക്കുക. എന്നിട്ട് എത്രയാണോ കഴുത്തകലം വേണ്ടത് നമുക്കത് ഇതുപോലെ മാർക്ക് ചെയ്യാം. ലോട്ടസിൻ്റെ സൈഡിൽ കൂടെ കണ്ടോ സ്റ്റിച്ച് വരുന്ന രീതിയിൽ നമ്മൾ മാർക്ക് ചെയ്യാം. മാർക്ക് ചെയ്തതിന് ശേഷം സാധാരണ ക്ലോത്ത് നെക്ക് അടിക്കുന്ന പോലെ തന്നെ കണ്ടോ, നെക്ക് സ്റ്റിച്ച് ചെയ്യുന്ന പോലെ നല്ല ക്ലോത്ത് വെച്ചിട്ട് കണ്ടോ, നല്ല ക്ലോത്ത് വെച്ചിട്ട് ഇതുപോലെ നോക്കുക. നമുക്ക് ലോട്ടസിൻ്റെ ഡിസൈൻ എവിടെയാണോ വരുന്നത് അത്രയും ദൂരത്തിൽ മാർക്ക് ചെയ്തിട്ട് നമ്മൾ ഇതിൻ്റെ കഴുത്ത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. കണ്ടോ, സെൻറ്റർ മാർക്ക് ചെയ്തിട്ട് 2.5 ഇഞ്ച് കഴുത്തകലത്തിലാണ് ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് കട്ട് മാർക്കൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇതേപോലെ ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. കണ്ടോ, പിന്നെ അതിൻ്റെ പുറത്ത് ഇതുപോലെ ടോപ്പ് സ്റ്റിച്ച് അടിക്കുന്നില്ല. അങ്ങനെ ഇപ്പം അടിക്കേണ്ട ആവശ്യമില്ല, ലേസ് വെക്കേണ്ടതുകൊണ്ട്. പിന്നെ ആ ലോട്ടസിന് നമ്മൾ ലേസ് വെച്ച് കൊടുക്കുക. കറക്റ്റായിട്ട് ആ ഷേപ്പ് ഇതുപോലെ കിട്ടുന്ന പോലെ കണ്ടോ, ലേസ് ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. കണ്ടോ, കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത് കണ്ടോ സ്റ്റിച്ച് ചെയ്തെടുക്കുക. എന്നിട്ട് നൂലൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ട് കണ്ടോ, ഇപ്പോൾ ആ ലോട്ടസിൻ്റെ ഷേപ്പ് കറക്റ്റായിട്ട് വന്നു. ഇനി നമുക്കത് ഈ ബ്ലൗസിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് കറക്റ്റായിട്ട് സെൻറ്റർ ഇതുപോലെ മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്തതിന് ശേഷം ഇതേപോലെ 2 സൈഡിലേക്കും ആദ്യം ആ ലോട്ടസിൻ്റെ അത്രയും ദൂരത്തിൽ കണ്ടോ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. കണ്ടോ, 2 സൈഡും അതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. കണ്ടോ, ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം പിന്നെ ഷോൾഡറാണ് അറ്റാച്ച് ചെയ്യുന്നത്. ഫ്രണ്ട് പീസും ഓൾറെഡി സ്റ്റിച്ച് ചെയ്തെല്ലാം റെഡിയാക്കി വെച്ചിരിക്കുമായിരുന്നേ. അതിന് ശേഷം ഇതേപോലെ ഷോൾഡർ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഷോൾഡർ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ ലേസ് വെച്ച് കൊടുക്കുക. അതുകൊണ്ടാണ് ടോപ്പ് സ്റ്റിച്ച് അടിക്കാഞ്ഞത്. ലേസ് വെച്ച് കൊടുക്കേണ്ടതുകൊണ്ട് വെറുതെ ടോപ്പ് സ്റ്റിച്ച് അടിക്കേണ്ട ആവശ്യം വന്നില്ല. 2 തവണ ഇതേപോലെ ഒരു 1 ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ട് ആ ലേസ് 2 പ്രാവശ്യം ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തേ. കണ്ടോ, ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു. കണ്ടോ, നീറ്റായിട്ട് അകലമൊക്കെ കറക്റ്റായിട്ട് വരുന്ന രീതിയിൽ വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ. കണ്ടോ, ഫൈനൽ ലുക്ക് ഇത് ഇങ്ങനെ വരുന്നത്. കണ്ടോ, നല്ല ഭംഗിയുള്ളൊരു ബാക്ക് നെക്ക് ഡിസൈൻ കണ്ടോ.
ഇതുപോലെ തന്നെ സ്ലീവിലും ചെയ്യാം. ഓക്കെ, താങ്ക് യു.